ഹായ്. ഇന്ന് രാവിലെ എൻ്റെ ഒരു സപ്ലയർ വിളിച്ചു. എൻ്റെ ഒരു സപ്ലയർ വിളിച്ചിട്ട് അദ്ദേഹം വളരെ റൂഡായി സംസാരിച്ചു. മുമ്പത്തെ ചില കാര്യങ്ങളെക്കുറിച്ച് വളരെ റൂഡായി സംസാരിച്ചു. ആൾ ഫോൺ വെച്ചതിന് ശേഷം എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോഫി കഴിക്കണം. എനിക്കൊരു കോഫി കഴിക്കാൻ തോന്നി. ഞാൻ പോയി കോഫി കഴിച്ചു. ശേഷം ഞാൻ ആലോചിച്ചു, എനിക്ക് ശരിക്കും ഇപ്പോൾ കോഫി വേണ്ടിയിരുന്നോ? സോ ഞാൻ കോഫിയും അതിന് കൂടെ ഒരു സ്നാക്സും കഴിച്ചു. എനിക്ക് ആവശ്യമില്ലാത്ത കുറച്ച് കലോറി എൻ്റെ ബോഡിയിലെത്തി. ശേഷം ഞാൻ ആലോചിക്കുകയാണ്, ഈ ശരിക്കും ഇത് എനിക്ക് വേണ്ടി ഇതിനെയാണ് ഇമോഷണൽ ഈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഈറ്റിംഗ് ഉണ്ട്, ഇമോഷണൽ ഈറ്റിംഗ് ആൻഡ് ഫിസിക്കൽ ഈറ്റിംഗ്. അതല്ലെങ്കിൽ വേറെ രൂപത്തിൽ പറഞ്ഞാൽ, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഹങ്കർ കൊണ്ടാണ് അല്ലെങ്കിൽ വിശപ്പ് കൊണ്ടാണ് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്നത്. എന്നാൽ അവിടെ രണ്ട് തരത്തിലുള്ള വിശപ്പ്, ഒന്ന് ഫിസിക്കൽ ഹങ്കർ ആൻഡ് ഇമോഷണൽ ഹങ്കർ. ദിസ് മേ ബി ന്യൂ ടു യു. ഈ നമ്മൾ ഓരോ സമയത്തും ഒരു സ്നാക്സ് കഴിക്കുമ്പം അല്ലെങ്കിൽ ഒരു ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇത് ഇമോഷണൽ ഹങ്കർ ആണോ, ഇത് ഫിസിക്കൽ ഹങ്കർ ആണോ എന്ന് പറഞ്ഞാൽ യു ലിസൺ ടു യുവർ ബോഡി. നമ്മളെ ബോഡിയിൽ വരുന്ന സിഗ്നലുകളെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ അത് ഇമോഷണൽ ഹങ്കർ ആണോ ഫിസിക്കൽ ഹങ്കർ ആണോ എന്ന് മനസ്സിലാക്കാനും, ഇമോഷണൽ ഹങ്കർ ആണെങ്കിൽ നമുക്കതിനെ ഒഴിവാക്കുവാൻ സാധിക്കും. ഇങ്ങനെ നമ്മുടെ ബോഡിയെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എത്താൻ സാധിക്കുക. അങ്ങനെ നമ്മുടെ ആരോഗ്യം നന്നാവുക വഴി നമ്മുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കാൻ അത് കാരണമാകുന്നു.